മരണം ഉറപ്പായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വായ തുറന്നിട്ടുണ്ടെങ്കിൽ അടക്കുകയും തുറക്കാതിരിക്കാൻ കീഴ്ത്താടിക്കടിയിലൂടെ ഒരു ശീല കൊണ്ട് തലയിലേക്ക് ഒരു കെട്ട് കെട്ടുകയും ചെയ്യുക. قل بصورة لك وخير الناس لك قليل ألف عمرك لا أذكر لوضوح النور وتواصل الكفار قريبا بك سرورا وطت الليل والصبر في القبر والموت معطف الأبيض فلك صدري نظر الحياة وامتزج مع القبر وفي السماء ما يطوف فيها يطوف باسمك مرغمة على بركة عطرة أغمض عين قلبي تواصل موت تطهر كالأجزائي ألف عمر لك لأموت ولتحيا ربي وكل مرض دائم. ഇരു കൈകളും കാലുകളും ഒഴിഞ്ഞ് മടക്കി നേരെ മലർത്തിക്കിടത്തുക. بك يزول قل بصورة لك وأشرف الأنبياء نبيكم ألف عمرك لازت أذكر لوضوح النور وتواصل الكفار قريبا. കാലുകൾ ചലിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം തുണി കൊണ്ട് രണ്ട് കാൽപാദങ്ങളിലെയും തള്ളവിരലുകൾ കൂട്ടിക്കെട്ടുക. أطت الليل والصبر في القبر والموت معطف الأبيض فلك صدر نظر الحياة امتزج. മയ്യത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക. القبر وفي السماء ما يطوف فيها يطوف باسمك مرغمة على بركة عطرة أغمض عين قلبي تواصل موت. അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ളവ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റാവുന്നതാണ്. വയർ വീർത്തു പൊങ്ങാതിരിക്കാൻ ആവശ്യമെങ്കിൽ ചെറിയ ഭാരം വയറിന്മേൽ വെക്കാവുന്നതാണ്. എല്ലാ മയ്യത്തുകൾക്കും അത് വേണ്ടിവരില്ല. തടി കൂടിയവർക്കും ആരോഗ്യാവസ്ഥയിൽ പെട്ടെന്ന് മരണപ്പെട്ടവർക്കും ആവശ്യമായി വന്നേക്കാം. കുളിപ്പിക്കുന്നതുവരെ മയ്യത്തിനെ മൂടിയിടുക. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ അയാളുടെ തലയും മുഖവും മറക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. മയ്യത്തിനെ കിബിലക്ക് അഭിമുഖമായിട്ടാണ് കിടത്തേണ്ടത്. ഒരാൾ മരിച്ചുവെന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടതാണ്. ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. മയ്യത്തിന്റെ കടബാധ്യത വേഗം തീർക്കുക. സത്യവിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന് വേണ്ടിയത് വീട്ടുന്നതുവരെ. മയ്യത്ത് കുളിപ്പിക്കൽ. കുളിപ്പിക്കുന്ന സ്ഥലത്ത് 3-ൽ കൂടുതൽ ആളുകൾ ഇല്ലാതിരിക്കലാണ് നല്ലത്. കുളിപ്പിക്കുന്നവൻ മാസ്ക്, കയ്യുറ, പാദരക്ഷ എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആവശ്യമായ വെള്ളം കുളിപ്പിക്കുന്ന സ്ഥലത്തോ ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാകുന്നിടത്തോ തയ്യാറാക്കി വെക്കണം. താളി, സോപ്പ് തുടങ്ങി ആവശ്യമായതും ഒരുക്കി വെക്കേണ്ടതാണ്. കർപ്പൂരം ചേർത്തിയ വെള്ളവും തയ്യാറാക്കി വെക്കണം. കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്തിന്റെ നഗ്നഭാഗം ഒഴികെയുള്ളിടത്ത് നിന്ന് വസ്ത്രം നീക്കം ചെയ്യണം. تطهر كالأجزائي ألف عمر لك لأموت ولتحيا ربي وكل مرض داء بك يزول
القلب صورة لك وخير الناس لك قليل ألف عمرك لا زلت أذكر لوضوح النور وتواصل الكفار. ശേഷം താടിയെല്ലിലെയും കാൽ വിരലുകളുടെയും കെട്ടുകൾ അഴിച്ചു മാറ്റണം. പിന്നീട് ഇടതു കൈയിൽ ഒരു ശീല ചുറ്റി മയ്യിത്തിനെ പകുതി താങ്ങിയിരുത്തി വയറിന്മേൽ നന്നായി ഒഴിഞ്ഞ് വൃത്തികേടുകൾ പുറത്തേക്ക് വരുത്തി വെള്ളം ഒഴിക്കുക. ശേഷം ഗുഹ്യസ്ഥാനങ്ങൾ കഴുകണം. ഗുഹ്യസ്ഥാനങ്ങൾ കഴുകാൻ ഉപയോഗിച്ച തുണി ഉപേക്ഷിക്കണം. يا سيدي طال سكرة الموت الحقني يا شيخ الحقني بطهور كتم على النطق في آخر صوت وغرغر الأذان وأسلك مكتوب وقلنا الله بالقول المثبوت شايف شراسي وصار اليوم بهدوء حق منايا في المطلوب والموت وححسن خواتيمنا وأزل كل شرور ادعي لك ضيف ظلمان الموت سألوا من ربك وما لقدرك ودور أجيب برزقي ശേഷം മയ്യത്തിനെ മലർത്തി കിടത്തുക. പിന്നീട് വായ വൃത്തിയാക്കുക. من الخالق شرور وزور خيب وحزن ونواح بين القوت في مأتم ووقتت برح وبفور. മയ്യത്തിന്റെ ശരീരത്തിൽ അഴുക്ക് കട്ടിയായിട്ടുണ്ടെങ്കിൽ സോപ്പും ഷാമ്പുവും അഴുക്ക് ഇളക്കുന്ന മറ്റു പദാർത്ഥങ്ങളും കലർത്തിയ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ശേഷം കൈകാലുകളിലെ നഖങ്ങൾക്കിടയിലുള്ള അഴുക്കുകൾ വൃത്തിയാക്കുക. പിന്നീട് വുളൂവിന്റെ അവയവങ്ങൾ കഴുകിക്കൊണ്ട് വുളു നിർവഹിച്ചു കൊടുക്കേണ്ടതാണ്. വുളു ചെയ്തു കൊടുക്കുമ്പോൾ കുളിപ്പിക്കുന്നവർക്ക് നിയ്യത്ത് നിർബന്ധമാണ്. سيلفي في وقت ما بيفوت نسيته واليوم مش مقول وبنيت غايب واحلى القوت وعينه على الطفل الصغير كرت في كرت شفته مسموحه والشيخ والشيبوت كل واحد له يوم معروف والله ذو المغفور يوم معروف والموت هو ذا القوت والسيرة دام. വായ കഴുകുമ്പോൾ തല അല്പം ചെരിച്ചു കൊടുക്കണം. والتسلعس حق الدور وطمن الله بالقول المثبوت شايف شرازي وصار اليوم بحدود حقق منايا في المطلوب والموت وححسن خواتيمنا وأسل كل شرور ادعي لك ضيف فالمان الموت سألوا من ربك وما لقدرك ودور أجيب برزقي وثوب الوسكوت من لي من الخالق شرور وزور خيب وحزن ونواح بين القوت في مأتم ووقته تطرح ومفور تذكرت السلفي في وقت ما بيفوت نسيته واليوم مش مكون وبالميت غايب واحل القوت وعينه على الطفل الصغير كنت في كوت شفته مسموحه والشيخ والشيبوت كل واحد له يوم معروف والله ذو المغفور يوم معروف والموت هو ذا القوت والسيرة دامة والتسلع حق الدور يوم معروف والموت هو ذا القوت والسيرة دامة والتسلع حق الدور
يا سيدي طال سكرة الموت، الحقني يا شيخ الحقني بطهور. كتم على الناطق في آخر صوت، وغرغر الأذان وأسلك مكتوب. وقلنا الله بالقول المثبوت، شايف شراسي وصار اليوم بهدوء. حق منايا في المطلوب والموت، وححسن خواتيمنا وأزل كل شرور. ادعي لك ضيف ظلمان الموت، سألوا من ربك وما لقدرك ودور. أجيب برزقي وثوب المسكوت، ملي من الخالق شرور وزور. خيب وحزن ونواح بين القوت، في مأتم ووقتت برح وبفور. تذكرت سلفي في وقت ما بيفوت، نسيته واليوم مش مقور. وبنيت غايب وأحل القوت، وعينه على الطفل الصغير كرت في كرت. شفته مسموحه والشيخ والشيبوت، كل واحد له يوم معروف والله ذو البغفور. അതിനുശേഷം സോപ്പോ മറ്റോ ഉപയോഗിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നന്നായി കഴുകണം. തേച്ചു കഴുകുമ്പോൾ മയ്യത്തിന്റെ ഗുഹ്യഭാഗങ്ങൾ സ്പർശിക്കാതിരിക്കാൻ കുളിപ്പിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തലമുടി കഴുകുമ്പോൾ വിരലുകളിട്ട് നന്നായി കഴുകണം. സ്ത്രീയാണെങ്കിൽ മെടഞ്ഞിട്ട മുടി അഴിച്ചിട്ട ശേഷം വേണം കഴുകാൻ. قد من الموت ليس نهاية، بل هو بدايات في الحياة. مع الله في الجنة سنلتقي في دار السلام. عملنا هنا هو الزاد وعلى الله. പിന്നെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി വലതുഭാഗം കഴുകുക. ഓരോ കഴുകലുകളും 3 പ്രാവശ്യം നിർവഹിക്കുക. ആവശ്യമെങ്കിൽ ഒറ്റയായ നിലക്ക് എണ്ണം വർദ്ധിപ്പിക്കാവുന്നതുമാണ്. بل هو بدايات في الحياة. مع الله في الجنة سنلتقي في دار السلام. الروح في الراحة تجد من عذاب النار إلى. പിന്നെ വലതുഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി ഇടതുഭാഗവും കഴുകുക. എല്ലാ ഭാഗവും നന്നായി ഉരച്ച് അഴുക്ക് ഇളക്കി കഴുകണം. الأنبياء والصالحين في جنات النعيم يرحبون. الموت ليس نهاية، بل هو بدايات في الحياة. مع الله في الجنة سنلتقي في دار السلام. فالحياة بعد الموت خير، والموت هو باب السعادة. نلتقي في دار الخلود ونحمد الله سرور. എല്ലാ ഭാഗവും വൃത്തിയായി കഴിഞ്ഞാൽ കർപ്പൂരം കലർത്തിയ വെള്ളം കൊണ്ട് തല മുതൽ ആദ്യം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും കാലുവരെ ഒഴിക്കുക. الحياة في الدنيا فانية، والأمل فيها ليس داما.
فالموت مصيرنا الآتي، لكن الحياة تبقى في الجنة. الموت ليس نهاية، بل هو بداية في الحياة. مع الله في الجنة سنلتقي في دار السلام. عملنا هنا هو الزاد، وعلى الله توكل في كل فعل. ننتظر يوم الحساب، لا نلقى جزاء ما قدمنا. الموت ليس نهاية، بل هو بداية في الحياة. مع الله في الجنة سنلتقي في دار السلام. الروح في الراحة تجد، من عذاب النار إلى النعيم. الأنبياء തുടർന്ന് തോർത്തുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം തോർത്തണം. والصالحين في جنات النعيم يرحبون. الموت ليس نهاية، بل هو بداية في الحياة. مع الله في الجنة سنلتقي في دار السلام. بعد الموت خير، والموت هو باب السعادة. نلتقي في دار الخلود، ونحمد الله سرور. കഫൻ ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ തന്റെ സഹോദരനെ കഫൻ ചെയ്യുമ്പോൾ കഫൻ കഴിയുമെങ്കിൽ നന്നാക്കുക. അതായത് വൃത്തിയും കട്ടിയും ശരീരം മറയും വിധം വലിപ്പമുള്ളതുമായിരിക്കണമെന്ന്. വലിപ്പക്കുറവുള്ളതാണെങ്കിൽ തലഭാഗം മറക്കുകയും കാൽഭാഗം മറ്റു വസ്തുക്കൾ കൊണ്ട് മൂടുകയും ചെയ്യണം. രക്തസാക്ഷിയെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ഹജ്ജിലേക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചവനെ അദ്ദേഹത്തിന്റെ ഇഹ്റാം വസ്ത്രത്തിലുമാണ് കഫൻ ചെയ്യേണ്ടത്. കഫൻ ചെയ്യുന്ന വസ്ത്രം വെളുത്തതും 3 വസ്ത്രത്തിലാവുന്നതും 3 തവണ സുഗന്ധം പുകയ്ക്കുന്നതും നല്ലതാണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ചവനെ 3 വസ്ത്രത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സ്ത്രീയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് പരമാവധി 5 വസ്ത്രം വരെ ആവശ്യമെങ്കിൽ ആകാവുന്നതാണ്. ആദ്യമായി കഫൻ ചെയ്യാനുള്ള 3 തുണികളും ഇതുപോലെ ചുളിവുകൾ നീർത്തി വെക്കുക. തുടർന്ന് അതിൽ സുഗന്ധം പൂശുക. ശേഷം കെട്ടുവാനുള്ള കയർ തുണിയുടെ അരികിൽ നിന്ന് മുറിച്ചെടുക്കുക. പിന്നീട് മുറിച്ചെടുത്ത കയർ 3 ഭാഗങ്ങളിലായി വെക്കുക. ശേഷം തുണികൾ കൂട്ടിപ്പിടിച്ച് മധ്യഭാഗത്തിലേക്ക് ഇതുപോലെ മടക്കുക. بل هو بدايات في الحياة. مع الله في الجنة سنلتقي في دار السلام.
عملنا هنا هو الزاد. കഫൻ ചെയ്യുന്നതിന് മുമ്പ് മയ്യത്തിന്റെ മുടി ചീകിയൊതുക്കണം. സ്ത്രീയാണെങ്കിൽ മുടി 3 ഭാഗമായി മെടഞ്ഞിടണം. وعلى الله توكل في كل فعل ننتظر يوم الحساب. അതിനുശേഷം കഫൻ പുടവ മടക്കി നിവർത്തി കട്ടിലിൽ വെക്കുക. ശേഷം മയ്യത്തിനെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു പിടിച്ച് വസ്ത്രം ശരീരത്തിലേക്ക് അടുപ്പിച്ചു വെക്കുകയും തുണിയുടെ ഒരു ഭാഗത്തെ ചുരുൾ നിവർത്തുകയും ചെയ്യുക. പിന്നീട് മയ്യത്തിനെ തുണിയിലേക്ക് ചെരിച്ചു കിടത്തി തുണിയുടെ മറുഭാഗവും നിവർത്തുക. മയ്യത്തിൽ നിന്ന് മാലിന്യം പുറത്തു വരുമെന്ന് ഭയപ്പെട്ടാൽ പരുത്തി വെക്കാവുന്നതാണ്. ശേഷം തുണികൾ ഓരോന്നും ആദ്യം ഇടതുവശം വലത്തോട്ടും പിന്നെ വലതുവശം ഇടത്തോട്ടുമായി ചുറ്റി പൊതിയുക. ഈ സമയം മയ്യത്ത് കുളിപ്പിച്ച ശേഷം ധരിപ്പിച്ച തുണി എടുത്തു മാറ്റണം. لنلقى جزاء ما قد منا. الموت ليس نهاية بل هو بدايات في الحياة. مع الله في الجنة سنلتقي في دار السلام. الروح في الراحة تجد من عذاب النار إلى النعيم. الأنبياء والصالحين في جنات النعيم يرحبون. الموت ليس نهاية بل هو بداية في الحياة. مع الله في الجنة سنلتقي في دار السلام. فالحياة بعد الموت خير والموت هو باب السعادة. نلتقي في دار الخلود ونحمد الله سرور. കൂടുതൽ വരുന്ന വസ്ത്രം തലയുടെയും കാലിന്റെയും അപ്പുറം കൂട്ടിപ്പിടിച്ച് കെട്ടുക. يا سيدي طال سكرة الموت. الحقني يا شيخ الحقني بطهور. كتم على النطق في آخر صوت وغرغر الأذان وأسلك مكتوب. وقلنا الله بالقول المثبوت. شايف شراسي وصار اليوم بهدوء. حق منايا في المطلوب والموت وححسن خواتيمنا وأزل كل شرور. ادعي لك ضيف ظلمان الموت. سألوا من ربك وما لقدرك ودور. أجيب دي رزقي وثوب المسكوت. ملي من الخالق شرور زور. തുടർന്ന് മയ്യത്തിന്റെ ശരീരത്തിൽ സുഗന്ധം പൂശുക. എന്നാൽ ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകളെ കഫൻ ചെയ്യുമ്പോൾ ആദ്യമായി കെട്ടാനുള്ള കയർ 3 ഭാഗത്ത് വെക്കുക. പിന്നീട് അതിനു മുകളിലായി 2 തുണികൾ ഇതുപോലെ വെക്കേണ്ടതാണ്. ശേഷം മേൽക്കുപ്പായം തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു തുണി 2ആയി മടക്കി ഇതുപോലെ നിവർത്തി വെക്കുക. പിന്നീട് ഒരു കത്രിക ഉപയോഗിച്ച് കഴുത്തിന്റെ ആകൃതി മുറിച്ചെടുക്കുക. واليوم مش مقول. وبنيت غايب واحلى القوت. وعينه على الطفل الصغير كرت في كرت. شفته مسموحه
والشيخ والشيبوت كل واحد له يوم معروف والله ذو البغفور يوم معروف والموت هو ذا القوت والسيرة دام തുണിയുടെ മുകൾ ഭാഗം തലയുടെ ഭാഗത്തേക്ക് നിവർത്തിയിടുക. والتسلعس حق الدور ശേഷം അരയുടുപ്പിനുള്ള തുണി വെക്കുക. മുഖമക്കനയാക്കാൻ ഒരു തുണിക്കഷ്ണം തലയുടെ ഭാഗത്തും വെക്കുക. ശേഷം മയ്യിത്തിനെ തുണിയിൽ കിടത്തി ആദ്യം അരയുടുപ്പും പിന്നീട് മുഖമക്കനയും ധരിപ്പിക്കുക. الروح تبكي والعين تدمع وقت الحساب يقتب والموت يتمع اللهم اجعلنا من أهل الجنة وارزقنا برحمتك العفو والصفاء يا ربي طهر. പിന്നീട് തലയുടെ ഭാഗത്ത് നിവർത്തിവെച്ച മേൽക്കുപ്പായത്തിന്റെ മുകൾ ഭാഗം മയ്യിത്തിന്റെ കഴുത്തിലൂടെ ധരിപ്പിക്കുക. ശേഷം തുണികളോരോന്നും ആദ്യം ഇടതുവശം വലത്തോട്ടും തുടർന്ന് വലതുവശം ഇടത്തോട്ടുമായി മയ്യിത്തിനെ ചുറ്റിപ്പൊതിയുക. قلوبنا من الذنوب والخطايا نجنا من عذاب الجحيم أنت الرحيم أنت الرؤوف اللهم اغفر لنا ولا تحرمنا من رحمتك اللهم اجعلنا من أهل الجنة. കൂടുതൽ വരുന്ന വസ്ത്രം തലയുടെയും കാലിന്റെയും അപ്പുറം കൂട്ടിപ്പിടിച്ച് കെട്ടുക. واجعلنا من الذين تطهروا. മയ്യിത്ത് നമസ്കാരം. മയ്യിത്ത് നമസ്കരിക്കേണ്ടത് സംഘമായിട്ടാണ്. കഴിയുന്നതും ഒരു ജമാഅത്തായി നമസ്കരിക്കലാണ് ഉത്തമം. കൂടുതൽ ആളുകൾ സമ്മേളിക്കുകയും ഒന്നിച്ചു നമസ്കരിക്കാൻ സൗകര്യക്കുറവുണ്ടെങ്കിൽ ചെറു സംഘങ്ങളായി നമസ്കരിക്കാവുന്നതുമാണ്. അപ്രകാരം സ്ത്രീകൾക്ക് പ്രത്യേക ജമാഅത്തായി നമസ്കരിക്കാം. നബിയുടെ മയ്യിത്ത് ചെറു സംഘങ്ങളായിട്ടാണ് സ്വഹാബിമാർ നമസ്കരിച്ചത്. മയ്യിത്തിനെ മുമ്പിൽ വെക്കുക. മയ്യിത്ത് പുരുഷനാണെങ്കിൽ ഇമാം തലഭാഗത്തും മയ്യിത്ത് സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തുമാണ് നിൽക്കേണ്ടത്. ഒരു പുരുഷനും ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഇങ്ങനെ 3 മയ്യിത്തുണ്ടെങ്കിൽ പുരുഷനെ ഇമാമിന്റെ തൊട്ട് മുമ്പിൽ വെക്കുക. അതിനു പിറകിൽ കുട്ടിയെ. കുട്ടിയുടെ തലഭാഗവും പുരുഷന്റെ തലഭാഗവും ഒരേ ഭാഗത്തായി മയ്യിത്തുകൾ വെക്കണം. സ്ത്രീയുടെ മധ്യഭാഗം പുരുഷ മയ്യിത്തുകളുടെ തലഭാഗത്തിനു നേരെയായി വെക്കണം. ഇമാമിന് തൊട്ടുപിറകിലായി സുഫുകൾ നിൽക്കേണ്ടതാണ്. മയ്യിത്ത് നമസ്കാരത്തിൽ സുജൂദും റുകൂഉം ഇല്ലാത്തതിനാൽ വരികൾ തമ്മിൽ അകലം വേണ്ടാത്തതാണ്. മയ്യിത്ത് നമസ്കരിക്കുന്നുവെന്ന നിയ്യത്തോടെ തക്ബീർ ചൊല്ലി കൈ കെട്ടുക. ശേഷം ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി വീണ്ടും കെട്ടുക. എന്നിട്ട് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد അല്ലാഹുവേ, ഇബ്രാഹിമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. അല്ലാഹുവേ, ഇബ്രാഹിമിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. നിശ്ചയം നീ സ്തുതിക്കപ്പെട്ടവനും ഉന്നതനുമാണ്. വീണ്ടും തക്ബീർ ചൊല്ലി കൈ ഉയർത്തി വീണ്ടും കെട്ടുക. ഇനി ഈ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر وعذاب النار. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിൻ്റെ ആതിഥ്യം ആദരപൂർവമാക്കണമേ. അദ്ദേഹത്തിൻ്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ അദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധിയാക്കണമേ. അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തെക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ ഉത്തമമായ ഇണയെയും അദ്ദേഹത്തിന് നൽകണമേ. അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിൻ്റെയും നരകത്തിൻ്റെയും ശിക്ഷയിൽ നിന്ന് അഭയം നൽകണമേ. ഈ പ്രാർത്ഥനയ്ക്കു ശേഷം വീണ്ടും തക്ബീർ ചൊല്ലി കൈ അഴിച്ചുകെട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തുളില്ലനാ ബഅദഹു. അല്ലാഹുവേ, ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നിഷേധിക്കരുത്. ഇദ്ദേഹത്തിനു ശേഷം നീ ഞങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യരുത്. നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ സലാം വീട്ടി നമസ്കാരം അവസാനിപ്പിക്കേണ്ടതാണ്. മയ്യിത്ത് നമസ്കാരത്തിന് ഇമാമായി നമസ്കരിക്കേണ്ടത് ഖുർആൻ കൂടുതൽ അറിയുന്നവനായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ മകനോ പിതാവോ പിതാമഹനോ നമസ്കരിക്കാവുന്നതാണ്. മയ്യത്തിനു വേണ്ടി നമസ്കരിക്കൽ സാമൂഹ്യ ബാധ്യതയാണ്. മയ്യത്ത് നമസ്കരിക്കാതെ മറമാടപ്പെടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. എന്നാൽ രക്തസാക്ഷി, ചെറിയ കുട്ടികൾ എന്നിവർക്ക് വേണ്ടി നമസ്കരിക്കൽ നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ലെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇബ്രാഹിമിന് 18 മാസമായിരുന്നു മരണസമയത്ത് പ്രായം. നമസ്കരിക്കാതെ മറമാടപ്പെട്ടവർക്കും നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും മയ്യിത്തിനെ മറമാടിയതിനു ശേഷം നമസ്കരിക്കാവുന്നതാണ്. മസ്ജിദുൻ നബവി അടിച്ചുവാരിയിരുന്ന ഒരു കറുത്ത സ്ത്രീ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ അറിയിക്കാതെ മറമാടപ്പെട്ടു. പിന്നീടവർ മരിച്ച വിവരമറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ ഖബറിടത്തിൽ ചെന്ന് നമസ്കരിക്കുകയുണ്ടായി എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. മുസ്ലിങ്ങളാരും ഇല്ലാത്ത പ്രദേശത്ത് മറമാടപ്പെട്ട മുസ്ലിം മയ്യത്തിനു വേണ്ടി ഗായിബിന്റെ നമസ്കാരം അഥവാ മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നജ്ജാഷി രാജാവിനു വേണ്ടി നമസ്കരിച്ചതാണ് ഇതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. മയ്യത്തിന് മറമാടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ജനാസയെ വേഗത്തിൽ കൊണ്ടുപോവുക. അത് നല്ലതാണെങ്കിൽ ആ നന്മയിലേക്ക് വേഗത്തിൽ എത്തിക്കുക. ഇനി അത് ചീത്തയാണെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിന്ന് ആ നാശത്തെ വേഗത്തിൽ ഇറക്കി വെക്കുകയും ചെയ്യുക. ഖബർ കുഴിക്കേണ്ടത് തെക്കുവടക്ക് നീളത്തിലാണ്. الحياة في الدنيا فانية والأمل فيها ليس داما فالموت وصلنا الآتي لكن الحياة تبقى في الجنة. الموت ليس نهاية بل هو بداية في الحياة مع الله في الجنة سنلتقي في دار السلام. عملنا هنا هو الزاد وعلى الله تكل في كل فعل. ننتظر يوم الحساب لا نلقى جزاء ما قد منا. الموت ليس نهاية بل هو بداية في الحياة مع الله في الجنة سنلتقي في دار السلام. تجد من عذاب النار إلى النعيم. الأنبياء والصالحين في جنات النعيم يرحبون. الموت ليس نهاية بل هو بداية في الحياة مع الله في الجنة سنلتقي في دار السلام. بعد الموت خير والموت هو باب السعادة. نلتقي في دار الخلود ونحمد الله سرور. many times and wounded our hearts and our cause. We have been driving astray from the right path. Oh Allah, please bring us back to you. And during every lifetime there is birth and there is death. We are nothing but human. It is perfect for you, our God. And the angels all whisper to us as our heart beats, La ilaha illallah. They make past consciousness by decree. Oh Allah, allow us to feel and do. ഖബറിലേക്ക് മയ്യത്തിനെ താഴ്ത്തിവെക്കാൻ തോർത്തോ തുണിയോ ഉപയോഗിച്ച് മധ്യഭാഗത്ത് ഇതുപോലെ കെട്ടി പതുക്കെ താഴ്ത്തുക. ബിസ്മില്ലാഹി വഅലാ സുന്നത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മയ്യത്തിനെ ഖബറിൽ ഇറക്കേണ്ടത്. During every lifetime there is birth and there is death. We are nothing but human. It is perfect for you, our God.
മയ്യത്തിന്റെ വണ്ണത്തിനും നീളത്തിനുമനുസരിച്ച് 3-4 ആളുകൾ ഖബറിൽ ഇറങ്ങി സാവകാശം താഴ്ത്തണം. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ ആദ്യം തലഭാഗമാണ് വരേണ്ടത്. വലതുഭാഗം ചെരിച്ചു കിടത്തണം, അതായത് കിബിലക്ക് നേരെ. വലത് കവിൾ മണ്ണിൽ പതിയണം. മയ്യത്ത് ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ കെട്ടുകൾ അഴിച്ചിടണം. The angels all whisper to us as our heart beats, La ilaha illallah. They make us that consciousness by decree. പിന്നീട് കല്ലുകൾ, പലകകൾ എന്നിവ കൊണ്ട് ഖബറ് അടക്കാം. Oh Allah, Allah wants to feel. And during every lifetime there is birth and there is death. We are nothing but human. It is perfect for you, our God. മണ്ണ് താഴെ വീഴാതിരിക്കാൻ ഇലയോ നനഞ്ഞ മണ്ണോ ഉപയോഗിച്ച് വിടവുകൾ അടക്കാവുന്നതാണ്. طريقنا طويل والخوف قد تبور يا ربي طهر قلوبنا من الذنوب والخطايا نجنا من عذاب الجحيم. ശേഷം മണ്ണിട്ട് മൂടണം. إلهي لم صبر يسينا حضلي في الغبر أحدي إلى صبري أهدي إلى صبري. ألف عمر لك لأموت ولتحيا ربي وكل مرض دائم بك يزول. قل بصورة لك وخير الناس لك قليل ألف عمرك لا زلت أذكر له. ഭൂനിരപ്പിൽ നിന്ന് ഒരു ചാണിലധികം ഖബറ് ഉയർത്താൻ പാടില്ലാത്തതാണ്. ഖബറിന്റെ അടയാളത്തിനായി തലഭാഗത്തും കാൽഭാഗത്തും ചെറിയ കല്ലുകൾ വെക്കാം. അതിനുശേഷം അവിടെ കൂടിയവർ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അഥവാ തസ്ബീത്തിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി മാപ്പിരക്കുകയും അദ്ദേഹത്തിന് തസ്ബീത്തിനെ ചോദിക്കുകയും ചെയ്യുവിൻ. തസ്ബീത്തിന് അഥവാ ചോദ്യം ചെയ്യുമ്പോൾ സ്ഥൈര്യം ലഭിക്കാൻ പ്രത്യേകം പദങ്ങളില്ല. ഏതു പ്രാർത്ഥനയുമാകാം. സാധാരണ നമ്മുടെ നാട്ടിൽ ചൊല്ലാറുള്ള തസ്ബീത്തിന്റെ വാചകങ്ങൾ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. وضوح النور وتواصل الكفار قريبا بك سرورا وطت الليل والصبر في القبر والموت مع طفي الأبيض فلك صدري نظر الحياة وامتزج معي القبر وفي السماء ما يطوف فيها يطوف باسمك مرغمة على بركة عطرة أخمط عين قلبي تواصل موت تطهر كالأجزائي ألف عمر لك لأموت ولتحيا. മുസ്ലിങ്ങളെ മറമാടിയ ഖബർസ്ഥാനങ്ങൾ സന്ദർശിക്കൽ പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നത് സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബർ സന്ദർശിക്കുന്നത് നിങ്ങളോട് ഞാൻ വിരോധിച്ചിരുന്നു. ഇനി നിങ്ങൾ അവിടം സന്ദർശിച്ചു കൊള്ളുവിൻ, അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും. സ്ത്രീകൾ ഖബർ സന്ദർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു.
എങ്കിലും പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പുരുഷന്മാരുമായി കൂടിക്കലരാനോ ഒട്ടിച്ചേർന്നു നിൽക്കാനോ ശബ്ദമുണ്ടാക്കാനോ ഉച്ചത്തിൽ കരയാനോ പാടില്ല. ഖബറിടങ്ങൾ സന്ദർശിക്കുമ്പോൾ പരലോക ചിന്ത സന്ദർശകനുണ്ടാവണമെന്നാണ് മുഖ്യ കാര്യം. ഖബർസ്ഥാനിൽ എത്തിയാൽ ഇപ്രകാരം പ്രാർത്ഥിക്കണം: അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഈ പാർപ്പിടങ്ങളിൽ വസിക്കുന്ന മുസ്ലിങ്ങളും മുഅ്മിനുകളുമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നുചേരുന്നതാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിപ്പുള്ളവർ ചെയ്താൽ ഫലസിദ്ധിയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചക ചര്യയിൽ കാണാൻ കഴിയും. പ്രാർത്ഥന, മയ്യിത്ത് നമസ്കാരം. പ്രവാചകൻ പറഞ്ഞു, ഒരു മയ്യിത്തിനു വേണ്ടി ഒരു സംഘം ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കപ്പെടും. വ്രതാനുഷ്ഠാനം, മയ്യിത്തിനു ബാധ്യതയുണ്ടായിരുന്ന നോമ്പ് മറ്റൊരാൾ നോറ്റുവീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. ഇത്തരത്തിൽ നോമ്പ് വീട്ടാനുണ്ടെങ്കിൽ നോമ്പിന് പകരം ഭക്ഷണം നൽകുന്നതിന് മയ്യത്തിന്റെ വലിയന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് തെളിവ് ഈ ഹദീസാണ്. മരിച്ചവന് നോമ്പ് ബാധ്യതയായി ഉണ്ടെങ്കിൽ മരണപ്പെട്ടവന് വേണ്ടി പകരം ഭക്ഷണം നൽകപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ മരണപ്പെട്ടു, അവർക്കൊരു മാസത്തെ നോമ്പ് അനുഷ്ഠിക്കാനുണ്ട്, അവർക്ക് വേണ്ടി ഞാനത് അനുഷ്ഠിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ മാതാവിന് കടബാധ്യതയുണ്ടെങ്കിൽ നീ അത് വീട്ടുകയില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനുള്ള കടമാണ് വീട്ടുവാൻ ഏറ്റവും അർഹതപ്പെട്ടത്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇക്രിമയും അത്വാഉം മുജാഹിദും സഈദ് ബിൻ ജുബൈറും റളിയല്ലാഹു അൻഹും ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പ്രകാരം മയ്യിത്തിനു വേണ്ടി നോമ്പും ഹജ്ജും മറ്റുള്ളവർ അനുഷ്ഠിച്ചാൽ അത് സ്വീകാര്യമാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നോമ്പ് ബാധ്യതയുണ്ടെങ്കിൽ നോമ്പിന് പകരം ഭക്ഷണം നൽകുന്നതിന് മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയുള്ള ഹജ്ജ്. ഹജ്ജ് നിർബന്ധമാണെന്ന കൽപ്പന വന്നപ്പോൾ തന്റെ പിതാവിന്റെ പ്രായാധിക്യം പ്രവാചകനെ ബോധ്യപ്പെടുത്തിയ സഹാബിയോട് പിതാവിന് വേണ്ടി ഹജ്ജ് ചെയ്തു കൊള്ളാൻ നിർദ്ദേശിച്ചതായി ഇമാം അഹ്മദും ബുഖാരിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഹജ്ജ് ബാധ്യതയോടുകൂടി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അനന്തരാവകാശികൾക്ക് ഹജ്ജ് നിർവഹിക്കാവുന്നതാണ്. നേർച്ച വീട്ടൽ. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നേർച്ചകൾ നേരുകയും അത് വീട്ടാൻ കഴിയാതെ മരണപ്പെട്ടു പോവുകയും ചെയ്ത വ്യക്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ നേർച്ചകൾ വീട്ടാവുന്നതാണ്. നേർച്ച വീട്ടാനുള്ളതോടുകൂടി മരണപ്പെട്ടു പോയ സഹോദരിയുടെ കാര്യത്തിൽ പ്രവാചകനോട് സംശയം ചോദിച്ച സഹാബിയോട് നിന്റെ സഹോദരിക്ക് വേണ്ടി നീ അത് വീട്ടുക എന്ന നിർദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെ കടം അവരുടെ സമ്പത്തിൽ നിന്നു തന്നെ വീട്ടണം. കടവും വസീയത്തും കൊടുത്തു തീർത്ത ശേഷമേ അനന്തര സ്വത്ത് വീതിച്ചെടുക്കാവൂവെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഇനി മയ്യത്തിന് ധനമില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അത് കൊടുത്തു വീട്ടണം. അത് വളരെ പുണ്യകരമായ പ്രവർത്തനമാണ്. മയ്യത്തിനെ കുളിപ്പിക്കുന്നവനുണ്ടായിരിക്കേണ്ട ചില നിബന്ധനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അബൂ റാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മുസ്ലിമിനെ ഒരാൾ കുളിപ്പിക്കുകയും എന്നിട്ട് അവനിൽ കണ്ട ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ
അവന് അള്ളാഹു 40 തവണ പുറത്തു കൊടുക്കുന്നതാണ്. അവന്റെ മാതാവ് പ്രസവിച്ച ദിനം പോലെ അവൻ പാപമുക്തനാകുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 40 വൻകുറ്റങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. മയ്യിത്തിനെ കഫൻ ചെയ്തവനെ അന്ത്യനാളിൽ സ്വർഗത്തിലെ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ഉടുപ്പിക്കുന്നതാണ്. മയ്യത്തിന് ഖബർ കുഴിക്കുകയും എന്നിട്ട് അവനെ അതിൽ മറമാടുകയും ചെയ്തവന് അന്ത്യനാൾ വരെ നല്ല വാസസ്ഥലത്ത് പാർപ്പിടം നൽകുന്നതാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തവന് 2 നിബന്ധന പ്രകാരം മഹത്തായ അനുഗ്രഹമുണ്ട്. മയ്യത്തിൽ കാണപ്പെടുന്ന ന്യൂനതകൾ പരസ്യപ്പെടുത്തരുത്. ഭൗതികമായ പ്രതിഫലം ആഗ്രഹിക്കരുത്. മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബിനെ കുളിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവളെ 3, 5, 7 തവണ കുളിപ്പിക്കുവിൻ. ആവശ്യമാണെന്ന് തോന്നിയാൽ അതിൽ കൂടുതൽ തവണ വെള്ളവും താളിയും ഉപയോഗിച്ചു കൊള്ളുവിൻ. ഞാൻ പ്രവാചകനോട് ചോദിച്ചു, ഒറ്റയാക്കണമോ പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, അതെ. അവസാനത്തേതിൽ കർപ്പൂരം ചേർക്കുക. കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയിച്ചു. ഒരു അടിയുടുപ്പ് തുണി ഞങ്ങൾക്കിട്ടു തന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത് അവളെ ഉടുപ്പിക്കുവിൻ. ഞങ്ങൾ 3 ഭാഗമാക്കി മുടി ചീകിമെടഞ്ഞു. ഞങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവളുടെ വലതുഭാഗം കൊണ്ടും വുളൂവിന്റെ അവയവങ്ങൾ കൊണ്ടും തുടങ്ങുക. മയ്യത്തിനെ കുളിപ്പിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് ചെയ്യപ്പെട്ടവരാണ് കുളിപ്പിക്കേണ്ടത്. പുരുഷനെ പുരുഷന്മാരും സ്ത്രീകളെ സ്ത്രീകളുമാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാം. ചെറിയ കുട്ടികളെ ആർക്കും കുളിപ്പിക്കാവുന്നതാണ്. പ്രവാചകചര്യ കൂടുതൽ അറിയുന്നവർ കുളിപ്പിക്കലാണ് അഭികാമ്യം. മയ്യത്തിനെ കുളിപ്പിച്ചവൻ സ്വയം കുളിക്കുന്നത് സുന്നത്താണ്. ചിലപ്പോൾ നിർബന്ധവുമായി വരാം. ദീർഘകാലം രോഗിയായി കിടക്കുകയോ വ്രണങ്ങൾ ശരീരത്തിലുണ്ടാവുകയോ ചെയ്തവരാണെങ്കിൽ കുളിപ്പിച്ചവൻ നിർബന്ധമായും കുളിക്കണം. അതായത് കൂടുതൽ അഴുക്ക്, വ്രണം, വൃത്തികേടുകൾ മുതലായവ മയ്യത്തിലുണ്ടെങ്കിൽ കുളിപ്പിച്ചവന്റെ ശരീരത്തിൽ വെള്ളം തെറിക്കാനും വൃത്തികേടാവാനും സാധ്യത കൂടുതലാണ്. രക്തസാക്ഷിയെ അഥവാ ഷഹീദായ വ്യക്തിയെ കുളിപ്പിക്കാതെ മറമാടണം. രക്തം പുരണ്ട അവസ്ഥയിൽ മഹ്ശറയിൽ അവൻ ഹാജരാക്കപ്പെടും. ഇഹ്റാമിൽ പ്രവേശിച്ചവൻ അപ്രകാരം മരണപ്പെട്ടാൽ കുളിപ്പിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പ്രളയം, സുനാമി, ഭൂകമ്പം, യുദ്ധം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മയ്യിത്തുകളുടെ എണ്ണം കൂടുകയും ഖബർ കുഴിക്കാൻ പ്രയാസം നേരിടുകയും ചെയ്യുന്ന പക്ഷം വലിയ ഖബറുകളുണ്ടാക്കി ഒന്നിച്ച് മറമാടാവുന്നതാണ്. നിർബന്ധ സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. ദുഃഖാചരണവും സാന്ത്വനവും. മരണം സംഭവിച്ച വീട്ടുകാരെ ചില ഘട്ടങ്ങളിൽ ആശ്വസിപ്പിക്കേണ്ടി വരും. അപകട മരണം, യുദ്ധത്തിലെ മരണം, കുടുംബനാഥന്റെ വേർപാട് എന്നിങ്ങനെയുള്ള മരണങ്ങൾ വീട്ടുകാരെ വല്ലാതെ ദുഃഖിപ്പിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ വീട്ടുകാരെ ആശ്വസിപ്പിക്കണം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കാൻ ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ
അവൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട് വിട്ട് പുറത്തു പോവുകയോ ആർഭാട അലങ്കാര വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയുകയോ ചെയ്യാവതല്ല. എന്നാൽ ഒരു മുറിക്കുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടണമെന്ന ധാരണ ശരിയല്ല. മരണ വീട്ടിലുള്ളവർ ദുഃഖിച്ചിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണമുണ്ടാക്കി എത്തിച്ചു കൊടുക്കലാണ് മതനിയമം. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. വീട്ടുകാരുടെ ദുഃഖം ശമിപ്പിക്കാൻ ഈ സാന്ത്വനവാക്യം പറയുക മാത്രമാണ് പ്രവാചകചര്യ. അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. അല്ലാഹു നിനക്ക് മഹത്തായ പ്രതിഫലം നൽകട്ടെ. നിന്റെ സാന്ത്വനം അല്ലാഹു നന്നാക്കട്ടെ. നിന്റെ പരേതന് പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ.